ഹലോ, എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ ആണോ? നിങ്ങൾക്ക് സ്ക്രീൻ ഓക്കെ ആണോ? ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത്. ഓക്കെ ആണോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. എന്തായി? എക്സാമിനൊക്കെ റെഡി ആയിട്ടിരിക്കുക അല്ലേ? ക്രിസ്മസ് എക്സാം എത്തി. എടാ, നമ്മളൊരു വർഷം തുടങ്ങിയതേ ഉള്ളായിരുന്നു, അതല്ലേ ഓർമ്മയുള്ളത് ഇപ്പോൾ അല്ലേ? +2 ജസ്റ്റ് അങ്ങോട്ട് കയറിയതല്ലേ ഓർമ്മ? +2 തീരാറായി. ഇനി എന്താണ് ഇത് ക്രിസ്മസ് എക്സാം എന്ന് പറയാൻ നേരത്തെ? ഇനി കുറേ നാൾ കഴിഞ്ഞാണ് ഫൈനൽ എക്സാം എന്നൊന്നും വിചാരിക്കരുത്. നമുക്കിനി ഒരു മാസം കൂടെയൊക്കെ ഉള്ളൂ. പിന്നെ പ്രാക്ടിക്കലായി, മോഡൽ എക്സാമായി, പിന്നെ ഇങ്ങോട്ട് എക്സാമായി. സോ എന്താണ് അവസ്ഥ? സജിത ഹായ് എടാ, ഹലോ. സോ എൻ്റെ മക്കളെല്ലാവരും പഠിച്ച് കാര്യമായി തീർക്കേണ്ട ടൈം ആയിട്ടുണ്ട്. പഠിച്ച് തുടങ്ങേണ്ട ടൈമല്ല, പഠിച്ച് കാര്യമായി തീർക്കേണ്ട ടൈം ആയിട്ടുണ്ട്. സാറില്ല, എന്നാലും നമ്മളുടെ ഒരു ഉഴപ്പൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളായിരിക്കും അല്ലേ? അതൊരു വിഷയമേ അല്ല, നമ്മൾ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷ ഒരുമിച്ച് ഡോപ്പയോടൊപ്പം പഠിക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവർ ആദ്യം തൊട്ടുള്ള ചാപ്റ്റേഴ്സ് മൊത്തം എടുക്കുന്നുണ്ടല്ലേ? നമ്മൾ പണ്ടൊക്കെ അങ്ങനെയല്ല, ഓണം പരീക്ഷ വരെയുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓണം പരീക്ഷ കഴിഞ്ഞുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ നമ്മൾ എടുക്കാണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവരങ്ങനെ അവർ ഫുൾ എടുക്കുന്നുണ്ട്, ആദ്യം തൊട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട്. സോ ബോട്ടണിയുടെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, ഒന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. കാരണം കുറേ കണ്ടന്റ് ഉണ്ട് ആ ചാപ്റ്ററിൽ. ആ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. രണ്ടാമത്തത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ദാറ്റ് മീൻസ് ബയോടെക്നോളജി 1 എന്ന് നമ്മൾ പറയുന്നതും, മൂന്നാമത്തത് ബയോടെക്നോളജി 2 എന്ന് പറയുന്ന ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസും. ഇത്രയും സാധനങ്ങളാണ്. ഇതിന്റെ എല്ലാം തിയറിയൊക്കെ ഒരുവിധം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ? സോ ഒരു ക്വിക്ക് റിവിഷൻ, നമുക്ക് പെട്ടെന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാർഗം എന്താ? അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? ക്ലിയർ? ബാ. സോ ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, യാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും പറയുന്നത് എന്താ? മെയിനായിട്ടുമല്ല, കംപ്ലീറ്റ് ആയിട്ടും പറയുന്നത് ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ നമ്മളെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന്. ദാറ്റ് മീൻസ് അവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് എങ്ങനെ ഉണ്ടാവുന്നു, ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് എങ്ങനെ, ആ ഒരു കാര്യമാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം അവർ എങ്ങനെ അവരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഒരു മെയിൽ ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നു, മൈക്രോസ്പോറോജനസിസ്, അത് പറയുന്നുണ്ട്. ഒരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ, പിന്നീട് മെഗാസ്പോറോജനസിസ്, പിന്നെ ഒവ്യൂളിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടെ തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ വേണ്ടി അടുത്ത് വരണം, അതിനെ പോളിനേഷൻ എന്ന് വിളിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. ഫൈനലി ഡബിൾ ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ട് ഉണ്ടാവുന്നത് വരെ. ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളടക്കം. 30 സെക്കൻഡിൽ ഞാൻ ചാപ്റ്റർ മൊത്തം പറഞ്ഞു തീർത്തല്ലേ? അതാണ് ഈ ചാപ്റ്ററിന്റെ ഉള്ളടക്കം. ഓക്കെ, സോ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോടാ? യെസ്. സോ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് അത്ര ആലോചിച്ചാൽ മതി. ചൂസ് ദ കറക്റ്റ് ആൻസർ. അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ റെസിഡ്യുവൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഇസ് കോൾഡ്. എല്ലാവർക്കും ഇല്ല, പക്ഷെ ചില ആൾക്കാരിൽ ഈ ഒവ്യൂളിനകത്തുള്ള ഒരു പാർട്ടാണ് ന്യൂസെല്ലസ് അല്ലേ? ചില ആൾക്കാരിൽ അവരെ ന്യൂസെല്ലസ് പെർസിസ്റ്റന്റ് ആയിട്ട് കാണും, അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിനെ വിളിക്കുന്ന പേരാണ്, യെസ്, വെരി ഗുഡ്, ഇറ്റ് ഇസ് കോൾഡ് പെരിസ്പേം എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? പെരിസ്പേം. ഓപ്ഷനിലുണ്ട്, ഇതാണ്ട് നമ്മളുടെ പെരിസ്പേം. ഓക്കെ, ഒറ്റ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ, സിംഗിൾ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ആ 1 വേർഡൊക്കെ മാക്സിമം സ്കോർ ചെയ്യാം. ഒന്നുമില്ല, എല്ലാ മാർക്കും സ്കോർ ചെയ്യാം, അത് മാത്രം സ്കോർ ചെയ്യാന്നല്ല, എല്ലാം നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ലിസ്റ്റ് ഔട്ട് എനി 2 ഡിവൈസസ് ഇൻ പ്ലാന്റ്സ് which help to discourage self-pollination and encourage cross-pollination. സെൽഫ്-പോളിനേഷനെ ഡിസ്കറേജ് ചെയ്തിട്ട് ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഡിവൈസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഡിവൈസസിനെ നമ്മളൊരു പേര് വിളിക്കും. ദേ ആർ കോൾഡ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് അല്ലേ? അതിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. അറിയായിരിക്കുമല്ലോ ആ പേര്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക, നേരെ മറിച്ച് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എനി 4 ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നായിരിക്കും ചോദിക്കുക. സോ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ്
സെൽഫ് പോളിനേഷനെ മാക്സിമം ഒഴിവാക്കിയിട്ട് ക്രോസ് പോളിനേഷനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആയിരിക്കും. സോ അതിന് എന്തൊക്കെ ഡിവൈസസ് ആണ് പ്ലാന്റ്സിനുള്ളതിൽ? അതിൽ ഒന്ന്, പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്ന സമയവും സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. സോ പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയിൽ വീണാലും അത് മുളയ്ക്കത്തില്ല. സോ അവിടെ പോളിനേഷൻ ഇൻഎഫക്റ്റീവ് ആണ്. അതൊരു ഔട്ട് ബ്രീഡിങ് ഡിവൈസ് ആണ്. എന്താണ്? പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും ഈ പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും നടക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈമിൽ നടന്നാൽ സെൽഫ് പോളിനേഷൻ നടക്കില്ല, ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കൂ. രണ്ടാമത്തതൊന്ന്, ഒരു ജനറ്റിക് മെക്കാനിസം ഉണ്ട്. ഒരു ജനറ്റിക് മെക്കാനിസം. എന്താ ജനറ്റിക് മെക്കാനിസത്തിന്റെ പേര്? ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. എന്താണ് ആ പേര്? സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഇതിനർത്ഥം ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിന്റെ ഫ്ലവറിൽ ആ സെയിം പ്ലാന്റിന്റെ തന്നെ പോളൻ ഗ്രെയിൻസ് വന്ന് വീണാൽ ആ ഫ്ലവർ അതിനെ റിജക്റ്റ് ചെയ്യും. സ്വന്തം പോളൻ ഗ്രെയിൻസിനെ, ഓൺ പോളൻ ഗ്രെയിൻസിനെ റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഉള്ളതുകൊണ്ടും ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കൂ, സെൽഫ് പോളിനേഷൻ നടക്കില്ല. ഓക്കെ, രണ്ടെണ്ണേ അവർ ചോദിച്ചിട്ടുള്ള, എന്നാലും ഞാൻ ഒന്നും കൂടെ ഒക്കെ പറയാം അല്ലേ. ഓക്കെ, ഇനി യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ പ്രൊഡക്ഷൻ. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് എല്ലാം യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ആ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനകത്ത് ഒരു സെക്സ് ഓർഗൻ മാത്രമല്ലേ ഉള്ളൂ. സോ അതിനകത്ത് തന്നെ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഈ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് അവർ തടയുന്ന എന്താ? ഓട്ടോഗമി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. പിന്നെ ഗൈനോഗമിക്ക് ചെറിയ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും ചാൻസസ് കുറവാണ്. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും പിന്നെ ഒരെണ്ണം എഴുതുന്നില്ല, പറഞ്ഞു തരാണ്. ഒരെണ്ണം മെയിൽ ഫ്ലവേഴ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ പോളൻ ഗ്രെയിൻസ് വരുന്ന ആന്തർ ഒരു പൊസിഷനിലേക്കും നമ്മളുടെ സ്റ്റിഗ്മ വേറൊരു പൊസിഷനിലേക്കും ഇരിക്കുവാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടാനുള്ള ചാൻസ് കുറയും. സോ പോളന്റെ പൊസിഷൻ ഒരു സൈഡിലോട്ടും സ്റ്റിഗ്മയുടെ പൊസിഷൻ വേറൊരു സൈഡിലോട്ടും ആണെങ്കിൽ അവിടെയും അതൊരു ഔട്ട് ബ്രീഡിങ് ഡിവൈസ് ആയിട്ട് ആക്റ്റീവ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്നിനെണ്ണം എന്തായാലും ഒരു 4 എണ്ണം പഠിച്ചു വെച്ചോ. സപ്പോസ് ഒരു 2 മാർക്കിന് 4 എണ്ണം എഴുതാൻ പറഞ്ഞാലോ. സോ എന്തായാലും ഒരു 4 എണ്ണം പഠിച്ചു വെച്ചിരിക്കണം. ഞാൻ ഈ പറഞ്ഞ 4 എണ്ണം മതി. ഓക്കെ, ഡൺ. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി തന്നെ എടുത്ത് 1 മാർക്കിന് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാട്ട് ആർ ദ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറഞ്ഞ് 3 മാർക്ക് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. സോ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ ദിസ് ചാപ്റ്റർ. എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓക്കെടാ. നെക്സ്റ്റ്, wind pollinated flowers have many peculiarities. Write any 3 such peculiarities. എടാ, പോളിനേഷൻ പല ടൈപ്പിലുണ്ട്. ബയോട്ടിക് ഏജൻസും അബയോട്ടിക് ഏജൻസും ഉണ്ട്. ബയോട്ടിക് ഏജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസെക്ട്സ്, പ്ലാന്റ്, അനിമൽസ് അങ്ങനത്തെ സാധനമാണ് ബയോട്ടിക് ഏജൻസ്. അബയോട്ടിക് ഏജൻസ് എന്ന് പറയുമ്പോൾ വിൻഡും വാട്ടറും ആണ് അബയോട്ടിക് ഏജൻസ്. ഇങ്ങനെ ഇരിക്കുന്നതിൽ മെജോറിറ്റിയും ഈ വിൻഡ് പോളിനേറ്റഡ് ആവാനാണ് ചാൻസ്. അബയോട്ടിക്കിൽ വാട്ടർ പോളിനേറ്റഡ് ഭയങ്കര കുറവാണ്. അങ്ങനെ വിൻഡ് പോളിനേറ്റഡ് ആവണമെങ്കിൽ അവരെ പോളൻ ഗ്രെയിൻസിനൊക്കെ കുറച്ച് പെക്കുലാരിറ്റീസ് ഉണ്ടാവണം, അവരുടെ ഫ്ലവേഴ്സിന് കുറച്ച് പെക്കുലാരിറ്റീസ് ഉണ്ടാവണം. സോ അങ്ങനെ വിൻഡ് പോളിനേറ്റഡ് ആൾക്കാരുടെ പ്രത്യേകത എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാറ്റത്ത് പറന്ന് പോകേണ്ട പോളൻ ഗ്രെയിൻസാ. സോ പോളൻ ഗ്രെയിൻ നല്ല വെയിറ്റ് ഉണ്ടാവും. അത് ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കുമോ? ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ്, അവരുടെ പോളൻ ഗ്രെയിൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവർ വളരെ ലൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. ഇനി ഈ പോളൻ ഗ്രെയിൻസ് എവിടെയും ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും, ഒട്ടിപ്പിടിക്കാത്തതായിരിക്കും? ഒട്ടിപ്പിടിക്കത്തില്ല. കാറ്റത്ത് പറന്നു പോകാൻ വേണ്ടിയിട്ട് അവർ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. ഇനി അവരെ ഫ്ലവർ നോക്കുക. ഇവർ ഫ്ലവർ നോക്കുമ്പോൾ അവരുടെ സ്റ്റിഗ്മ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ ഫെദറി ആയിട്ട്, എന്ത് പോളൻ ഗ്രെയിൻ വന്നാലും പിടിക്കാൻ റെഡി ആയിട്ടുള്ള ഫെദറി ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് ഇവർക്കുള്ളത്. ഇനി ഇവരുടെ സ്റ്റേമൻസ് നോക്കിയാലോ, ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻസ് ആയിരിക്കും. എക്സ്പോസ്ഡ്, വെൽ എക്സ്പോസ്ഡ് എന്ന് വേണം പറയാൻ. വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമനാണ് ഇവർക്കുള്ളത്. ഇനി ഇവരുടെ ഫ്രൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത്, അല്ലെങ്കിൽ അവരുടെ ആ ഓവറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു
സിംഗിൾ ഒവ്യൂൾ മാത്രമാണ് മെജോറിറ്റി ആൾക്കാരിലും കാണുന്നത്. ഇത്രയാണ് ഇവരുടെ ഫ്ലവേഴ്സിൻ്റെ. വേണമെങ്കിൽ 1, 2, 3, 4, 5 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 പെക്യുലാരിറ്റി ചോദിച്ചിട്ടുള്ളൂ. ആദ്യത്തെ 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, എടാ ഈ വീഡിയോയുടെ താഴെ നമ്മളുടെ ഒരു ലിങ്ക് വരും. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്തിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ കോൺടാക്ട് ചെയ്യും നിങ്ങൾ എന്നിങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് എൻ്റെ മക്കളെ സംശയം. നമ്മളെല്ലാവരും പഠിക്കട്ടെ. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, പഠിക്കുന്നതിൽ മാത്രം നമ്മൾ സെൽഫിഷ് ആവാൻ പാടില്ല. എല്ലാവരും പഠിക്കണം. സോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, എന്നിട്ട് ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറയാം. ഫൈനലി നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് പഠിക്കുക വേണ്ടതല്ലേ? നമുക്ക് എല്ലാവർക്കും പഠിക്കുക വേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ചൂസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ, ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയത്തിന് ഇന്നർമോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരെന്താ? യെസ്, ടപ്പീറ്റം. അതിലെന്താ ഡൗട്ട്? ടപ്പീറ്റം ആണ് ഇന്നർമോസ്റ്റ് ലെയർ. മൊത്തം 4 ലെയർ ഉണ്ട്. അത് 4 ഇവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും പുറമെ എപ്പിഡെർമിസ്, തൊട്ടകത്ത് എൻഡോത്തീഷ്യം, ഏറ്റവും കുറച്ചുകൂടെ അകത്തായിട്ട് മിഡിൽ ലെയേഴ്സ് ഉണ്ട്, ഏറ്റവും അകത്ത് ടപ്പീറ്റം. സോ നറിഷ്മെന്റ് ഒക്കെ പോളൻ ഗ്രെയിൻസിന് കൊടുക്കുന്നത് ഈ ടപ്പീറ്റം. നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എക്സൈൻ എന്ന് പറയുന്നതാണ് ഔട്ടർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. അങ്ങനെയാണെങ്കിൽ ഇന്നർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് കോൾഡ് ഇൻറ്റൈൻ എന്നാണ് നമ്മൾ വിളിക്കുക. 1 മാർക്ക്. ഇത് നല്ല ക്വസ്റ്റ്യനാണ്. ഇതൊരു പടം തന്നിരിക്കുക. എന്തിൻ്റെ പടമായി തന്നിട്ടുള്ളത്? യെസ്, നമ്മളെ എംബ്രിയോ സാക്കിൻ്റെ പടം, ഒരു മെച്ചുവർ എംബ്രിയോ സാക്കിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. Given below is the diagram of a mature embryo sac in angiosperm. Label the parts A, B, C and D. Okay, A എന്താ? എഗ്ഗ് തന്നിട്ടുണ്ട്. എഗ്ഗിൻ്റെ കൂടിരിക്കുന്ന 2 സെല്ലുകളാണ് A. സോ A എന്ന് പറയുന്നതാണ് നമ്മളുടെ സൈനർജിഡ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് A. B എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മുകളിലായിട്ട് 2 ന്യൂക്ലിയസ് ഇങ്ങനെ നടുക്ക് കിടക്കുന്ന അവരെയാണ് നമ്മളുടെ പോളാർ ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള കുഞ്ഞു 3 സെൽസ്, ദേ ആർ ദി ആന്റിപോഡൽസ് എന്ന് നമ്മൾ വിളിക്കുന്നവരാണ്. അത് ആന്റിപോഡൽസ്. ഓക്കെ, ഇനി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈനർജിഡ്സിന്റെ അടുത്ത് എന്തോ ഇങ്ങനെ ഒരു അപ്പാറ്റസ് പോലത്തെ സാധനം, എന്താ അത്? അതാണ് നമ്മളെ ഫിലിഫോം അപ്പാരറ്റസ്. ക്ലിയർ ആണോ? എ ബി സി ഡി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? എന്താ ഡബിൾ ഫെർട്ടിലൈസേഷൻ? ആൻജിയോസ്പേംസിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ ഡബിൾ ഫെർട്ടിലൈസേഷൻ മീൻ ഇറ്റ് ഈസ് ദ ഫെർട്ടിലൈസേഷൻ ഓഫ് 2 പാർട്സ്. 2 പാർട്ട് വഴിയുള്ള ഫെർട്ടിലൈസേഷൻ ആണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് സിൻഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിൻഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും കൂടി ചേരുന്നതാണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എഴുതണം. സിൻഗമി മീൻസ് ഇറ്റ് ഈസ് ദി ഫെർട്ടിലൈസേഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് വിത്ത് ദ ഫീമെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ എഗ്. ട്രിപ്പിൾ ഫ്യൂഷൻ ഇസ് ദി ഫെർട്ടിലൈസേഷൻ ഓഫ് അനദർ മെയിൽ ഗാമേറ്റ് വിത്ത് ദി പോളാർ ന്യൂക്ലിയ. പോളാർ ന്യൂക്ലിയ ആയിട്ട് ചേരുന്നതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ. കാരണം 3 പേര് അവിടെ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. മെൻഷൻ ദ പ്ലോയിഡി ഓഫ് സൈഗോട്ട് ആൻഡ് പെൻ. സൈഗോട്ടിൻ്റെതും പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, അതിൻ്റെ 2ൻ്റെയും പ്ലോയിഡ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളും പെൻ എന്ന് പറഞ്ഞാൽ അയാൾ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളുമാണ്. ഡിപ്ലോയിഡ് മീൻസ് അത് 2N, ട്രിപ്ലോയിഡ് അത് 3N ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഡൺ. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pollination is an important mechanism found in flowering plants. Flowering plants കാണുന്ന ഒരു important mechanism ആണ് pollination. അതിൽ ഫസ്റ്റ് define pollination. What is pollination? Pollination, hi Karthik, hi എടാ. So what is pollination? Pollination എന്താ? Pollination എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, it is the transfer of pollen grains from one flower to the stigma of another flower. So define pollination എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്നുമില്ല, pollen grains-ന്റെ transfer. It is the transfer of pollen grains to the stigma of flower. ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയാം. We have 3 types of pollination: autogamy,
ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് പോളൻ. പോളന്റെ സോഴ്സ് വെച്ചിട്ടാണ് 3 ടൈപ്സ്. ഓട്ടോഗമി ഉണ്ട്, ഗൈറ്റനോഗമി ഉണ്ട്, ക്സീനോഗമി ഉണ്ട്. വാട്ട് ഈസ് ഓട്ടോഗമി? ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ഓഫ് സെയിം ഫ്ലവർ ടു ദി സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഒരു സെയിം ഫ്ലവറിന്റെ തന്നെ ആന്തറും സ്റ്റിഗ്മയും തമ്മിൽ പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോഗമി. സോ ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ സെയിം ഫ്ലവർ, ഒരേ ഫ്ലവറിൽ നടക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കരുത്. നിങ്ങൾ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കണം. എങ്ങനെയാ? Autogamy is the pollination in which the pollen grains from the flower will fall over or will transfer to the stigma of the same flower എന്ന് എഴുതണം. അപ്പോഴാ ഓട്ടോഗമി കംപ്ലീറ്റ് ആവുക. നെക്സ്റ്റ് ഗൈറ്റനോഗമി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? ഇറ്റ് ഈസ് ദ പോളിനേഷൻ ബിറ്റ്വീൻ 2 flowers in the same plant. ഇവിടെ it is the pollination between 2 flowers in the same plant. ഒരേ പ്ലാന്റിലെ തന്നെ 2 ഫ്ലവേഴ്സ് തമ്മിൽ പോളിനേഷൻ നടത്തുന്നത്. അതായത് ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് വന്ന് ആ സെയിം പ്ലാന്റിലുള്ള മറ്റൊരു സ്റ്റിഗ്മയിൽ, മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീണാൽ ദാറ്റ് ഇസ് കാൾഡ് ഗൈറ്റനോഗമി. സിനോഗമി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അതായത് ഒരു പ്ലാന്റിൽ നിന്നും pollen grains വന്നിട്ട് വേറൊരു പ്ലാന്റിലെ ഫ്ലവറിൽ. സോ xenogamy means it is the pollination between 2 different plants. 2 different plants തമ്മിലുള്ളതാണെങ്കിൽ അതാണ് xenogamy. സോ എഴുതുമ്പോൾ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ട് എഴുതണേ. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ട്രൂ ഫ്രൂട്ട്സ് ഫ്രം ഫാൾസ് ഫ്രൂട്ട്? ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടും തമ്മിൽ നിങ്ങൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? അപ്പോൾ പറയണം, true fruit chechi, true fruit means it is the fruit which is formed from the ovary. Ovary എന്ന പാർട്ടിൽ നിന്നും ഫ്രൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ it is called a true fruit. For example എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും mango. Mango is a true fruit. നേരെ മറിച്ച് false fruit. What is a false fruit എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതും false fruit means it is a fruit which is formed from a part other than ovary. ovary അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്നും ഫ്രൂട്ട് ഫോം ചെയ്താൽ that fruit is called a false fruit. For example, false fruit ന്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ പറയും strawberry, ആപ്പിൾ, കാഷ്യൂ. ഇതൊക്കെ എന്താ? ഫാൾസ് ഫ്രൂട്ടാ. അതൊക്കെ തലാമസിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാ. സോ ഇറ്റ്സ് നോട്ട് എ ട്രൂ ഫ്രൂട്ട്, ഇറ്റ്സ് എ ഫാൾസ് ഫ്രൂട്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ട്രൂ ഫ്രൂട്ട് ആൻഡ് ഫാൾസ് ഫ്രൂട്ട്. നെക്സ്റ്റ്, റൈറ്റ് എനി 4 പെക്യുലാരിറ്റീസ് ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേറ്റഡിനെ നമ്മൾ പറഞ്ഞു, അതുപോലെ ഇൻസെക്ട് പോളിനേറ്റഡ് ആൾക്കാർക്കും കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താ? ഒന്ന്, അവരുടെ ഫ്ലവർ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഫ്ലവർ എങ്ങനെ ആയിരിക്കും? ദേ ഹാവ് ലാർജ് ഫ്ലവേഴ്സ്, വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും. രണ്ടാമത്തത്, their flowers are rich in nectar. എങ്ങനെയാ? ഫ്ലവേഴ്സ് നല്ല തേനുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. മൂന്നാമത്തത്, their flowers നല്ല മണം ഉണ്ടായിരിക്കും. they are fragrance ഉള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. ഇനി സപ്പോസ് ഇവരെ ഫ്ലവേഴ്സ് സ്മോൾ ആണെങ്കിൽ, ലാർജ് ഫ്ലവേഴ്സ് എന്നാണെങ്കിലേ, ഇനി സപ്പോസ് സ്മോൾ ആണെങ്കിൽ these flowers are arranged into inflorescence. ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും നിൽക്കുക. പോരെ, 4 പോയിന്റായി. ക്ലിയർ ആണോ? പിന്നെ ഇവരെ ഫ്ലവേഴ്സ് ലാർജ് ഫ്ലവേഴ്സ് മാത്രമല്ല, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. എന്തിനാ? ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ട്. സോ ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതിയാൽ മതി എൻ്റെ മക്കള്, കേട്ടോ? ജസ്റ്റ് കോമൺ സെൻസ് അല്ല. ചിന്തിച്ചാൽ ഞാൻ ഇത് പഠിച്ചിട്ട് വന്നിരിക്കുന്നൊന്നുമല്ല, പിന്നെ അന്നൊന്നും പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടെങ്കിൽ കാച്ചുക, കേട്ടോ? എളുപ്പമല്ലേ? അന്ന് ഞാൻ പഠിച്ചപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചത്, ഒരു ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നേ, അല്ലേ? യെസ്. നെക്സ്റ്റ്, ചൂസ് എ കറക്റ്റ് ആൻസർ. എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഇസ്.
ഇതിൽ ഏതാ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? യെസ്, ബനാന. അതിലൊരു ഡൗട്ടുള്ള ബനാനയാണ്. വാട്ട് ഈസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? എ ഫ്രൂട്ട് which is formed without fertilization. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഒരു ഫ്രൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അതിന് എക്സാമ്പിൾ ആണ് ബനാന. ഡൺ. കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏതാ നമ്മളുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞു. അതൊക്കെ ഓക്കെ ആണോ? ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അവർ ചോദിക്കും. ടോപ്പിക്കുകൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചേച്ചി ഞങ്ങൾ പഠിച്ചതല്ലേ, ഞങ്ങൾ ചറവറ ആൻസേഴ്സ് പറഞ്ഞില്ലേ, അതല്ലേ ഇപ്പോൾ ആലോചിച്ചേ? അത്രയേ ഉള്ളടാ, അത്രയേ ഉള്ളൂ. അത്രയും കൂളായിട്ട് തന്നെ ഇരുന്നാൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കും. നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഓക്കെ, സോ ഇത് നോക്ക്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബയോടെക്നോളജി 1. ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കുറച്ച് കണ്ടന്റ് ഒക്കെ ഉള്ള, കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ചാപ്റ്ററാണ് ഈ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, സോ നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നെയിം ദ ടെക്നിക് വിച്ച് ഇസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യും. വാട്ട് വാസ് ദാറ്റ് ടെക്നിക്? ഒരു ജെല്ലൊക്കെ വെച്ചിട്ട് ജെല്ലിൻ്റെ കുഴിയിലിട്ടിട്ട് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് ആ ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നു. യെസ്, ജെൽ ഇലക്ട്രോഫോറസിസ്. വെരി ഗുഡ്. ഡിക്കറാണല്ലോ നിങ്ങൾ. ഇറ്റ് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോ ഏതാണ് ടെക്നിക്? ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസിൽ യൂസ് ചെയ്യുന്ന ആ ജെല്ലിന്റെ പേര് ഓർമ്മയുണ്ടോ? യെസ്, ആ ജെല്ലിന്റെ പേരായിരുന്നു അഗറോസ് ജെൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Agarose gel. Okay, next question. How can we make a bacterial cell competent for the transformation with recombinant DNA? So ഒരു ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക്, ഇതാണ് ഒരു ബാക്ടീരിയൽ സെൽ. നോക്ക്, ബാക്ടീരിയൽ സെൽ ഇതാണ് നമ്മളുടെ റീകോമ്പിനന്റ് DNA. സോ ഇതാണ് നമ്മളുടെ റീകോമ്പിനന്റ് DNA എന്ന് വെച്ചോ. നമുക്ക് എന്ത് വേണം? ഈ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് നമ്മളുടെ ഈ റീകോമ്പിനന്റ് DNA എടുത്തിടണം. അങ്ങനെ എടുത്ത് ഇടണമെങ്കിൽ ഈ സെല്ലിനെ നമ്മൾ എന്താക്കണം? കോമ്പീറ്റന്റ് ആക്കണം. സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കിയാൽ മാത്രമേ റീകോമ്പിനന്റ് DNA സെല്ലിനകത്തേക്ക് കയറുള്ളൂ. അങ്ങനെ ഈ സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യാം? ഒരു സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, we have to treat the bacterial cell with സി ബാർ മേളൊരു ഹൈഫൺ ഇട്ട് കഴിഞ്ഞാൽ വിത്ത് എന്ന് വായിക്കേ. ഡോക്ടർമാരുടെ ഭാഷയാ, ഇപ്പം എനിക്ക് കിട്ടിയതാ. ഈ ഹൗസ് സർജൻസിക്ക് കയറിയതിന് ശേഷം കിട്ടിയ പരിപാടി കേട്ടോ അതൊക്കെ. ബാക്ടീരിയൽ സെൽ വിത്ത് എന്ത് വെച്ചാൽ ട്രീറ്റ് ചെയ്യേണ്ട? ആദ്യം ഒരു ഡൈവാലന്റ് കാറ്റയോണുമായിട്ട് ട്രീറ്റ് ചെയ്യണം. വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ ലൈക്ക് കാൽഷ്യം, മഗ്നീഷ്യം പോലുള്ള ഒരു ഡൈവാലന്റ് കാറ്റയോണുമായിട്ട് ആദ്യം ആ സെല്ലിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് വിൽ ക്രിയേറ്റ് പോൾസ് ഇൻ ദി ബാക്ടീരിയ. ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ, സെൽ വോൾസിലൊക്കെ അത് പോൾസ് ക്രിയേറ്റ് ചെയ്യും, ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഹോൾസ് ക്രിയേറ്റ് ചെയ്തു. ഹോൾസ് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ ഇതിനകം കയറിപ്പോകാൻ പറ്റുമോ? പറ്റത്തില്ല. നെക്സ്റ്റ് we will keep this bacteria in ice. പിന്നെ എവിടെ എടുത്ത് വെക്കും? ഐസിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് പിന്നെ എവിടെ കീപ്പ് ചെയ്യും? എന്നിട്ട് ഉടനെ തന്നെ എടുത്ത് അതിനെ ഹീറ്റ് ഷോക്ക് ചെയ്യും. അതായത് ഹൈ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചറിൽ വെക്കും. എന്നിട്ട് again back into ice. എന്നിട്ട് തിരിച്ച് പിന്നെയും ഐസിലേക്ക്, കാണാൻ പറ്റുന്നില്ല അല്ലേ, പിന്നെയും ബാക്ക് ടു ഐസിലേക്ക്. ആദ്യം ഐസിൽ വെച്ചു, പിന്നെ അടുത്ത ടെമ്പറേച്ചർ ഹീറ്റ് ഷോക്ക് ചെയ്തു, പിന്നെ തിരിച്ചുകൊണ്ട് ഐസിൽ വെച്ചു. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും എനിക്ക് വയ്യ എന്നുള്ള അവസ്ഥയിലാവും ആ ബാക്ടീരിയ. സോ ആ ബാക്ടീരിയ ഇറ്റ് വിൽ ടേക്ക് അപ്പ് ദി recombinant DNA. So then the bacteria will take up the
RDNA. ഇത്രയൊക്കെ ചെയ്തിട്ട് ബാക്ടീരിയ തന്നെ സഹിച്ചിട്ട് RDNA ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കും. ഇങ്ങനെയാണ് നമ്മളൊരു സെല്ലിനെ റീകോമ്പിനന്റ് DNA എടുക്കാൻ കോമ്പീറ്റന്റ് ആക്കുന്നത്. ഓക്കെ ആണോ? നീ ക്വസ്റ്റ്യൻ നോക്കിയടാ. What is the thermostable enzyme used in PCR? PCR നമ്മൾ യൂസ് ചെയ്ത തെർമോസ്റ്റേബിൾ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേര് എന്താണ്? എന്താ എൻസൈമിന്റെ പേര്? ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം, ഒരു DNA പോളിമറൈസ്. യെസ്, ദാറ്റ് DNA പോളിമറൈസ് ഇസ് കോൾഡ് ടാക് പോളിമറൈസ്. എന്തായിരുന്നു അതിന്റെ പേര്? ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. വെരി ഗുഡ്. വാട്ട് ഇസ് PCR? PCR എന്താ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആംപ്ലിഫിക്കേഷൻ ഓഫ് DNAക്ക് വേണ്ടി. വെരി ഗുഡ്, മതി. സോ എൻസൈം ഇതാ. ഒരു ബി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അവർക്ക്. ബി, നെയിം ദ ബാക്ടീരിയം ഫ്രം വിച്ച് ദിസ് എൻസൈം ഇസ് ഐസൊലേറ്റഡ്. ഇത് ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് ഈ എൻസൈം അവർക്ക് കിട്ടിയത്? ഒരു ആർക്കി ബാക്ടീരിയ ഗ്രൂപ്പിൽ വരുന്ന ഒരു ബാക്ടീരിയ. എന്തായിരുന്നു അതിന്റെ പേര്? തെർമസ് അക്വാറ്റിക്കസ്. എന്തായിരുന്നു പേര്? തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ടാക് പോളിമറൈസ് കിട്ടിയത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ്. EcoR1 is isolated from Escherichia coli RY13. Explain the naming procedure of EcoR1. EcoR1ന്റെ നെയിമിംഗ് പ്രൊസീജിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? EcoR1. അതിനകത്ത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ E. ഫസ്റ്റ് ലെറ്റർ വന്ന എവിടുന്നാ? ഇറ്റ് കംസ് ഫ്രം ദി ജീനസ് നെയിം ഓഫ് ദ ബാക്ടീരിയ. അത് ഏത് ബാക്ടീരിയയിൽ നിന്നാണോ എടുത്തത് ആ ബാക്ടീരിയയുടെ ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും അവരുടെ ഫസ്റ്റ് ലെറ്റർ. സോ ഇ എന്ന് പറയുന്നത് ഈ എസ്കെരീഷ്യ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഇ ആണ് വന്നത്. അതിന്റെ ജീനസ് നെയിമാണ് ഈ എസ്കെരീഷ്യ. സോ അതിന്റെ ഇ. ഓക്കെ, സെക്കൻഡ് CO എന്ന് പറയുന്ന ഈ 2 ലെറ്റേഴ്സ് എവിടുന്നാണ് വന്നത്? ഇറ്റ് കംസ് ഫ്രം ദി സ്പീഷീസ് നെയിം ഓഫ് ദി ബാക്ടീരിയ. ഇത് ഏത് ബാക്ടീരിയയിൽ നിന്നാണോ എടുത്തത് ആ ബാക്ടീരിയയുടെ സ്പീഷീസ് നെയിമിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് അടുത്തത്. സോ കോളൈ എന്ന് പറയുന്നതാണ് അതിന്റെ സ്പീഷീസ് നെയിം. ആ കോളൈയുടെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് CO. അതാണ് എസ്കെരീഷ്യ കോളൈയുടെ CO. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 6 വന്നിരിക്കുന്നത് ഇത് ഏത് ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിനിൽ നിന്നാ? കുറേ സ്ട്രെയിൻസ് ഉണ്ട്. എസ്കെരീഷ്യ കോളൈ തന്നെ കുറേ സ്ട്രെയിൻസ് ഉണ്ടടാ. അതിൽ തന്നെ ഏത് സ്ട്രെയിനിൽ നിന്നാണോ ഈ റെസ്ട്രിക്ഷൻ എൻസൈം എടുത്തിരിക്കുന്നത്. സോ 6 എന്ന് പറയുന്നത് RY13 എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. സോ ഏത് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിനിൽ നിന്നാണോ എടുത്തത് എന്നാണ് ആ നെക്സ്റ്റ് ലെറ്റർ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. ആ നമ്പേഴ്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് സിഗ്നിഫൈസ് ദി ഓർഡർ ഓഫ് ഇൻവെൻഷൻ. അതായത് ഈ എസ്കെരീഷ്യ കോളൈ RY13 എന്ന് പറയുന്ന സ്ട്രെയിനിൽ നിന്ന് തന്നെ കുറേ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമുക്ക് എടുക്കാം. സോ 1 മീൻസ് ആ ബാക്ടീരിയയിൽ നിന്നും ആദ്യം എടുത്തത്. EcoR2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയിൽ നിന്നും രണ്ടാമത് എടുത്തത്. EcoR5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയിൽ നിന്നും 5ാമത് എടുത്തത്. സോ ഓർഡർ ഓഫ് ഇൻവെൻഷൻ ആണ് ആ ലാസ്റ്റ് റോമൻ ന്യൂമറൽ കാണിക്കുന്നത്. ക്ലിയർ ആണോ? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി വിഷ്വലൈസ് DNA fragments in gel electrophoresis? ജെൽ ഇലക്ട്രോഫോറസിസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു DNA ഫ്രാഗ്മെന്റിനെ വിഷ്വലൈസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ജെൽ ഇലക്ട്രോഫോറസിസ് എന്തിനാടാ? നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വഴി നമ്മളുടെ DNA ഫ്രാഗ്മെന്റ്സിനെ എല്ലാം ചെറുപറ മുറിച്ചിട്ടിരിക്കുക അല്ലേ? ഈ മുറിച്ചിട്ടിരിക്കുന്ന DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് ഒരു അഗ്രോസ് ജെല്ലിനകത്തൂടെ കടത്തി വിടുമ്പോൾ ഈ DNA ഫ്രാഗ്മെന്റ്സ് എങ്ങനെയാവും? സെപ്പറേറ്റഡ് ആവും അല്ലേ? DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് അതാണ് ഈ ജെൽ ഇലക്ട്രോഫോറസിസ്. ഈ ജെൽ ഇലക്ട്രോഫോറസിസിൽ DNA ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയാലും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് ഈ DNA ഫ്രാഗ്മെന്റ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല. സോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ DNA ഫ്രാഗ്മെന്റ്സിലേക്ക് എന്ത് ആഡ് ചെയ്യും? ഒരു സ്റ്റെയിൻ ആഡ് ചെയ്യും. സോ എങ്ങനെ കാണാമെന്നാണ് അവർ ചോദിക്കുന്നത്. സോ ഹൗ വി വിഷ്വലൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
we add a stain called, എന്ത് സ്റ്റെയിൻ നമ്മൾ ഇടുന്നത്? ആ സ്റ്റെയിൻ്റെ പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിനാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. സോ എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ നമ്മൾ ഒഴിച്ചു കൊടുത്തു. എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ നമുക്കിതങ്ങ് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല. എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് then we give UV light to the equipment. നമ്മളെ ജെൽ ഇലക്ട്രോഫോറസിന്റെ എക്യുപ്മെന്റ് ഇല്ലേ, ആ എക്യുപ്മെന്റ് പ്ലേറ്റിലേക്ക് നമ്മൾ UV ലൈറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കും. UV ലൈറ്റ് ഇങ്ങനെ അടിക്കാൻ നേരത്ത് ഈ UV ലൈറ്റും ഈ എത്തിഡിയം ബ്രോമൈഡും ഈ DNA ആയിട്ട് ഇരിക്കാൻ നേരത്ത് അത് എന്ത് കളറിൽ കാണിക്കും? UV ലൈറ്റിൽ here the DNA will appear in bright orange color. UV ലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമ്മളുടെ DNA ഫ്രാഗ്മെന്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണോ? ഇതാണ് നടക്കുന്നത്. സോ എങ്ങനെയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് we look for the DNA, we will not be able to see the DNA. അപ്പോൾ നമ്മൾ we'll add എത്തിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ടുണ്ടെ കാണാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ അതിനുശേഷം UV ലൈറ്റ് അടിച്ചു കൊടുക്കും. UV ലൈറ്റ് അടിക്കാൻ നേരത്ത് DNA ഫ്രാഗ്മെന്റ്സ് will appear in bright orange color. ഇങ്ങനെയാണ് നമ്മൾ ആ DNA ഫ്രാഗ്മെന്റ്സിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഡൺ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ പടം കണ്ടാൽ അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരണം എന്താണ് ഈ സാധനം? ദിസ് ഇസ് PCR. ഇത് PCR ആണ്. സോ റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് ഗിവൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് ഏതാ? A. സോ A is PCR ആണ് ഇവിടെ തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദിസ് പ്രോസസ് ഇൻ RDNA ടെക്നോളജി? RDNA ടെക്നോളജിയിൽ ഈ പ്രോസസ് നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ് യൂസ് ചെയ്യുന്നത്? ഫോർ ടേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ ഡിസയേർഡ് DNA ഫ്രാഗ്മെന്റ്. നമ്മൾ ഡിസയേർഡ് DNA ഫ്രാഗ്മെന്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കാനാണ്. സോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ടേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദി ഡിസയേർഡ് DNA ഫ്രാഗ്മെന്റ്. നമുക്ക് വേണ്ട ആ DNA ഫ്രാഗ്മെന്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്നതിന് അതിന് വേണമെങ്കിൽ നമുക്കൊരു വൺ വേർഡ് ആയിട്ട് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. സോ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNAക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PCR ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക്? ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസിന്റെ പേരെന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ ആള് ആരാടാ? ഇറ്റ് ഈസ് ടാക് പോളിമറൈസ്. നമ്മൾ ടാക് പോളിമറൈസ് എന്ന് പറയുന്ന ആളാണ്. ഇനി ഒരു കാര്യം ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു തരിക, ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള അടുത്തൊരു ചാൻസ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ PCR? PCRന് 3 സ്റ്റെപ്സ് ഉണ്ട്. സോ അടുത്തതായിട്ട് അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ PCRന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? സോ അറിഞ്ഞിരിക്കണം നിങ്ങൾ PCRന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്. ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഓഫ് PCR? PCRന് 3 സ്റ്റെപ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ, DNA ഡീനാച്ചുറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രൈമർ അനീലിംഗ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പ്രൈമർ അനീലിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രൈമർ എക്സ്റ്റൻഷൻ ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. സോ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രൈമർ എക്സ്റ്റൻഷൻ. ക്ലിയർ ആണോ? സോ 3 സ്റ്റെപ്സ്. ഫസ്റ്റ് ഡീനാച്ചുറേഷൻ, പ്രൈമർ അനീലിംഗ് ആൻഡ് പ്രൈമർ എക്സ്റ്റൻഷൻ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമ്മളെ PCR. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റിലേഷൻഷിപ്പ് നോക്കിയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റെസ്ട്രിക്ഷൻ എൻസൈം, കട്ടിങ് ഓഫ് DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈം. അങ്ങനെയാണെങ്കിൽ ഡാഷ് ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളുടെ പേര് ലൈഗേസസ് അല്ലെ ലിഗേസസ് എന്ന് നമ്മൾ പറയുന്ന ആളാണ് DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതല്ലേ എൻസൈംസ്? നോ ഡൗട്ട്. ഓക്കെ, ആഹാ അടിപൊളി. ഏത് പടാ? പടം കണ്ടാ പറയണം. ഇതെന്താ പ്രോസസ്? എന്താ
ജെൽ ഇലക്ട്രോഫോറസിസ്. സ്പോട്ടിൽ പറഞ്ഞിരിക്കണം. വാട്ട് ഇസ് ദിസ്? നോക്ക്, ഒരു പ്ലേറ്റ് ഉണ്ട്, അക്രോസ് ജെൽ ഉണ്ട്, DNA ഫ്രാഗ്മെന്റ് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നു. ദിസ് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ആണോ? ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടെക്നിക്. ഇത് ഈ നമ്മളോട് എന്താണ്? വിച്ച് ഇസ് ദിസ് ടെക്നിക്? ഇറ്റ് ഇസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് ടെക്നിക്. നെക്സ്റ്റ്, how can you visualize the separated DNA fragments in this technique? എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, by using ethidium bromide and ethidium bromide മാത്രം മതിയോ? പോരാ. ആൻഡ് UV ലൈറ്റ്. ethidium bromide UV ലൈറ്റ് കൂടെ യൂസ് ചെയ്യുമ്പോൾ DNA fragments will appear bright orange in color. ഇങ്ങനെയാണ് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഇസ് എല്യൂഷൻ? പറഞ്ഞില്ലല്ലോ. വാട്ട് ഇസ് എല്യൂഷൻ? ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? എല്യൂഷൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ് എല്യൂഷൻ? ഇപ്പം നോക്കി, ഈ DNA ഫ്രാഗ്മെന്റ്സ് ഇവിടെ എല്ലാം എന്താ ഇങ്ങനെ ആ ഒരു പിങ്ക്, ആ പിങ്ക് അല്ല, എന്താ കളർ? ബ്ലൂ അല്ല, ബ്ലൂ ആണോ? എന്ത് കളറാണ്? ഒരു ബ്ലൂ പച്ച പോലത്തെ കളർ. സിയാനതാണോ ഈ കളർ? ഏതോ ഒരു കളറിൽ ആ DNA ഫ്രാഗ്മെന്റ്സ് കാണുന്നില്ലേ? ആ DNA ഫ്രാഗ്മെന്റ്സിനെ അവിടെ അങ്ങനെ വെച്ചിരുന്നാൽ മതിയോ? പോരാ. നമുക്ക് വേണ്ട DNA ഫ്രാഗ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ അഗ്രോസ് ജെല്ലിൽ നിന്നും കട്ട് ചെയ്ത് ഇങ്ങ് പുറത്തെടുക്കും. ജെല്ലിനകത്തിരിക്കല്ലേ. സോ ആ DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ആ അഗ്രോസ് ജെല്ലിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. സോ എല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്യൂഷൻ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെപ്പറേഷൻ അല്ലെങ്കിൽ cutting off of the DNA fragment from agarose gel. agarose ജെല്ലിൽ നിന്നും നമ്മൾ DNA ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ. സോ എല്യൂഷൻ എന്താ നോക്കിയാണോ? ഓക്കെ, ഡബിൾ ഓക്കെ. ആ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് സ്ഥലം ഇട്ടിട്ടോ, അതിൻ്റെ ആവശ്യം വന്നില്ല. നെക്സ്റ്റ്, കുറച്ച് സ്റ്റെപ്സ് തന്നിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഉള്ളടക്കം, കംപ്ലീറ്റ് ചാപ്റ്ററിനെയും കൂടി ഇതാ ഒരു 7 സെൻറ്റൻസ് ആക്കി എഴുതി വെച്ചിരിക്കുക. അവർ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെൻറ്റൻസ് ഒന്ന് ഓർഡറിലാക്കണം. ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ RDNA ടെക്നോളജി ഈസ് ഗിവൻ. we have to arrange them in correct sequential order. correct ഓർഡറിൽ ആക്കെയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, ഓർഡറിലാക്കാൻ വരട്ടെ. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചോ. ബയോടെക്നോളജിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? നമുക്ക് ഒരു ഡിസൈർഡ് DNA ഫ്രാഗ്മെൻറ്റിനെ, ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ട്, നമുക്ക് ആ ജീനിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കണം, മൾട്ടിപ്പിൾ കോപ്പീസ് ചെയ്തെടുക്കണം എന്നെന്തെങ്കിലും വിചാരിച്ചോ. സ്ഥിരം എക്സാമ്പിൾ തന്നെ, എനിക്ക് ഡയബറ്റിക്കാണ്, എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് എന്താ എൻ്റെ മരുന്നായിട്ട് എനിക്ക് വേണ്ടത്? എനിക്ക് ഇൻസുലിൻ വേണം. എൻ്റെ മരുന്നായിട്ട് എനിക്ക് ഇൻസുലിൻ വേണം. എനിക്ക് ഈ പിഗിൻ്റെ നിന്ന് കൗവിൽ നിന്ന് കേൾക്കുന്ന ഇൻസുലിൻ പറ്റത്തില്ല, ഞാൻ അലർജിക്കാണ് അതിന്. സോ എനിക്ക് ഹ്യൂമൻ ഇൻസുലിൻ തന്നെ വേണം. സോ ഹ്യൂമൻ ഇൻസുലിൻ എങ്ങനെയും പ്രൊഡ്യൂസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഇൻസുലിൻ ജീൻ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻസുലിൻ ജീൻ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കും. ഒരാളെ ബോഡിയിൽ നിന്നും ഇൻസുലിൻ ജീൻ എടുത്തൂടെ? എടുക്കാം. എങ്ങനെ എടുക്കാം? അയാളെ കുറച്ച് സെൽസ് കിട്ടിയാൽ മതി. ഇപ്പം എൻ്റെ സെൽസ് തന്നെ എടുത്തെന്ന് വിചാരിച്ചാൽ എൻ്റെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറവാണ്, എൻ്റെ ജീനൊക്കെ പക്ഷേ നോർമലാണ്. സോ എന്ത് ചെയ്യും? എൻ്റെ കുറച്ച് സെൽസ് എടുക്കും. എന്നിട്ട് ആ സെല്ലിനെ ഫുൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ DNA മാത്രം ഞാൻ എടുക്കും. ഓക്കെ, സെല്ലിനെ ഫുൾ പൊട്ടിച്ച് DNA മാത്രം എടുത്തു. ഈ DNA ഞാൻ എടുത്തു. എൻ്റെ കംപ്ലീറ്റ് DNA എനിക്ക് ആവശ്യമുണ്ടോ? ഇല്ല, ആ ഇൻസുലിൻ ജീൻ മാത്രം മതി. സോ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കംപ്ലീറ്റ് DNAയിലേക്ക് ഞാൻ റെസ്ട്രിക്ഷൻ എൻസൈമിനെ ആഡ് ചെയ്ത് കൊടുക്കും. ആ റെസ്ട്രിക്ഷൻ എൻസൈം എൻ്റെ കംപ്ലീറ്റ് DNAനെ മുറിച്ച് ഫ്രാഗ്മെന്റ്സ് ആക്കി മാറി. ഇപ്പം എൻ്റെ കംപ്ലീറ്റ് DNA കുറേ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കിടക്കുക. ഈ ഫ്രാഗ്മെന്റ്സിൽ നിന്നും എനിക്ക് വേണ്ട ഇൻസുലിൻ ജീൻ മാത്രം എടുക്കണം. അതിന് വേണ്ടി എന്ത് വേണം? ഈ എല്ലാ ഫ്രാഗ്മെന്റ്സിനെയും എനിക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഈ ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് യൂസ് ചെയ്യും? ജെൽ ഇലക്ട്രോഫോറസിസ്. സോ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി ഈ എല്ലാ ഫ്രാഗ്മെന്റ്സിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല എൻ്റെ ഫ്രാഗ്മെന്റ് ഏതാണ്. സോ ഞാൻ എന്ത് ചെയ്തു? ഇത്തിരി ethidium bromide ഒഴിച്ചു, UV ലൈറ്റ് അടിച്ചു, ഓറഞ്ച് കളർ എൻ്റെ ഫ്രാഗ്മെന്റിനെ കണ്ടു, എൻ്റെ ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു, എല്യൂഷൻ വഴി എടുത്തു. സോ ഇപ്പം എനിക്ക് വേണ്ട എൻ്റെ ഡിസൈർഡ് ഫ്രാഗ്മെന്റ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ എത്ര കോപ്പി ഉണ്ട്? വളരെ ഫ്യൂ കോപ്പീസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അല്ലേ? അത് വെച്ച് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാതിരുന്ന
പണി കിട്ടും. സോ ഞാൻ എന്ത് ചെയ്യും, എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ്, എൻ്റെ ഈ ഡിസൈർഡ് ഫ്രാഗ്മെന്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്ത് വെക്കും. ദാറ്റ് മീൻസ് ഇതിനെ ഞാൻ ആംപ്ലിഫിക്കേഷൻ നടത്തും. എന്ത് വഴി, ഏത് പ്രോസസ് വഴി? PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴി ഞാൻ ഇതിന്റെ ആംപ്ലിഫിക്കേഷൻ നടത്തി വെക്കും. ആംപ്ലിഫിക്കേഷൻ നടത്തി എൻ്റെ കയ്യിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, എൻ്റെ ഈ ഡിസൈർഡ് ഫ്രാഗ്മെന്റിനെ ഞാനൊരു വെക്റ്റർ എടുത്തിട്ട് ആ വെക്റ്ററിലേക്ക് ഒട്ടിച്ച് ചേർക്കും. ആ വെക്റ്ററിലേക്ക് ഈ എൻ്റെ ജീനെ ഒട്ടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു എൻസൈമിൻ്റെ ആവശ്യമുണ്ട്. ഏത് എൻസൈം? ലിഗേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആവശ്യമുണ്ട്. സോ ഓക്കെ, എൻ്റെ ജീൻ എടുത്തു, ഒരു വെക്റ്റർ എടുത്തു, വെക്റ്ററിലേക്ക് ഞാൻ ഒട്ടിച്ച് ചേർത്ത് വെച്ചു. ഓക്കെ, സോ ഇപ്പോൾ എനിക്കൊരു RDNA റീകോംബിനന്റ് DNA കിട്ടി. ഇനി ഈ വെക്ടറിനെ ഞാൻ എവിടേക്ക് എടുത്തിട്ട് കൊടുക്കും? ഇതൊരു പ്ലാസ്മിഡ് ആണെന്ന് വെച്ചോ. ഈ പ്ലാസ്മിഡിനെ ഞാൻ എങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും? ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഈക്കോളയിലേക്ക് ഇട്ട് കൊടുക്കും. സോ ഈക്കോളയ്ക്കകത്ത് എൻ്റെ ജീനെത്തി. ഇനി ഈക്കോളയിനെ ഞാൻ കൾച്ചർ ചെയ്താൽ ഇപ്പോൾ ഈക്കോളയ്ക്കകത്ത് ഈ ഇൻസുലിൻ ജീൻ ഉണ്ട്. സോ ഈക്കോളയിനെ കൾച്ചർ ചെയ്താൽ ഈക്കോള എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. എവിടെ ഇട്ടാ ഞാൻ കൾച്ചർ ചെയ്യുക? ഒരു ബയോ റിയാക്ടറിനകത്ത് ഇട്ടാ ഞാൻ ഇവരെ കൾച്ചർ ചെയ്യുക. കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ ഇവരെനിക്ക് ഇൻസുലിൻ തരും. ആ ഇൻസുലിനെ ഞാൻ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് നടത്തി, അതായത് പ്യൂരിഫിക്കേഷനും സെപ്പറേഷനും ഒക്കെ നടത്തി പക്ക ഇൻസുലിൻ എൻ്റെ കൈ കിട്ടും. ഞാൻ എൻ്റെ ബോഡിയിൽ കുത്തിവെക്കും, എൻ്റെ ഡയബറ്റീസ് മാറും. ക്ലിയർ ആണോ? ഇതാണ് ബയോടെക്നോളജിയിൽ നടക്കുന്നത്. ഓക്കെ, സോ നോക്കിയേ, ആദ്യത്തെ പ്രോസസ്സ് എന്തായിരിക്കും? ലൈഗേഷൻ ഓഫ് DNA ഇൻറ്റു വെക്ടർ ആണോ? അല്ല. കൾച്ചറിങ് ഓഫ് ഹോസ്റ്റ് സെൽസ് ഇൻ എ ലാർജ് സ്കെയിൽ? നോ, അത് ഏറ്റവും ലാസ്റ്റാ. ഐസൊലേഷൻ ഓഫ് DNA ആണോ? ആണ്. ഫസ്റ്റ് എന്താ? DNA മൊത്തം ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ നേരത്ത് ഐസൊലേഷൻ ഓഫ് DNA ആദ്യം വരുന്നത് C ആണ്. പിന്നീട് DNA ഐസൊലേറ്റ് ചെയ്ത് വെട്ടി, DNA ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞു. DNA ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ DNA മുറിക്കണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതായത് C കഴിഞ്ഞ് E വരും. DNA ഫ്രാഗ്മെന്റ് ആക്കി, ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റിനെ മാത്രം എടുക്കണം. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് ഡിസയേർഡ് DNA ഫ്രാഗ്മെന്റ്. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. സോ E കഴിഞ്ഞ് F വരും. ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റിനെ കിട്ടി, ഇനി അതിനെ ആംപ്ലിഫിക്കേഷൻ നടത്തണം. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഇവിടെ തന്നിട്ടേ ഇല്ല. സോ അത് വിട്ടേക്ക്, ഒരു ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഈ ഡിസൈർഡ് ഫ്രാഗ്മെന്റിനെ എടുത്ത് നമുക്കൊരു വെക്ടറിനകത്തേക്ക് കൊടുക്കാം. സോ അടുത്തതാണ് ലൈഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഇൻറ്റു ദ വെക്ടർ. അതാണ് നമ്മളുടെ നാലാമത്തത്. F കഴിഞ്ഞ് A വരും. അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ RDNA ഇനി ഹോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കും. ട്രാൻസ്ഫറിങ് ദ RDNA ഇൻറ്റു ദി ഹോസ്റ്റ്. അതാണ് അഞ്ചാമത്തത്, അതായത് D. ഫൈനലി ലാസ്റ്റ് അവരെ കൾച്ചർ ചെയ്യും. ഇതാണ് നമ്മളുടെ ആറാമത്തെ സ്റ്റെപ്പ്, B. ക്ലിയർ ആണോ? ഈ കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ ഒരു കോർ സാധനമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നെ നമുക്കറിയാമേ. ഡൺ. ഓക്കെ, സിമ്പിൾ. ഇനിതാ ഒരു മാസ്റ്റർ ഫോളോയിങ് സിമ്പിളാ. ക്ലോണിംഗ് വെക്ടർ. ഈ തന്നിരിക്കുന്നതിൽ ക്ലോണിംഗ് വെക്ടർ ആരാ? ബയോറിയാക്ടർ ആണോ? ടാക് പോളിമറൈസ് ആണോ? ഇലക്ട്രോഫോറസിസ് ആണോ? ഹിൻറ്റ് 2 ആണോ? PBr322? PBr322. വെരി ഗുഡ്. PBr322 ആണ് നമ്മുടെ ക്ലോണിംഗ് വെക്ടർ. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബയോറിയാക്ടറിലാണോ? ടാക് പോളിമറൈസിലാണോ? ഇലക്ട്രോഫോറസിസ്. യെസ്, ഇലക്ട്രോഫോറസിസ്. നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ് വഴിയാണ് DNA ഫ്രാഗ്മെന്റ് സെപ്പറേറ്റ് ചെയ്യുന്നത്. PCR അതെന്താ? ബയോറിയാക്ടർ ആണോ? അല്ല. ടാക് പോളിമറൈസ്. PCRൽ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ടാക് പോളിമറൈസ്. കൺവേർട്സ് റോ മെറ്റീരിയൽ ഇൻറ്റു സ്പെസിഫിക് പ്രോഡക്ട്സ്. അതാണ് എവിടെ വെച്ചിട്ട്? അതാണ് നമ്മളുടെ ബയോറിയാക്ടറിൽ വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ദ ആക്ടിവിറ്റി ഓഫ് എൻഡോന്യൂക്ലിയേസ് ഫ്രം എക്സോന്യൂക്ലിയേസ്. എന്താ അവരുടെ ആക്ടിവിറ്റിയുള്ള വ്യത്യാസം? എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോ മീൻസ് ഇൻസൈഡ്. ഇറ്റ് ഈസ് ദ റെസ്ട്രിക്ഷൻ എൻസൈം വിറ്റ് കട്ട്സ് ദ DNA വിത്തിൻ ദ DNA. കട്ട്സ് DNA വിത്തിൻ എന്നല്ല, DNA എങ്ങനെ കട്ട് ചെയ്യും? ഉള്ളിൽ വെച്ച് കട്ട് ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് കട്ട്സ് വിത്തിൻ ദ DNAയുടെ ഉള്ളിലേക്ക് കട്ട് ചെയ്യും. സോ ഇതാണൊരു DNA ഫ്രാഗ്മെന്റ് എങ്കിൽ, നമ്മളുടെ ഇയാൾ എൻഡോന്യൂക്ലിയേസ് ഇതാ DNA ഫ്രാഗ്മെന്റിന്റെ അകത്ത് വെച്ചായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്യാം. നേരെ മറിച്ച് നമ്മളുടെ ഒരു എക്സോന്യൂക്ലിയേസ് എന്ന് പറയുന്ന ആള് ഇറ്റ് കട്ട്സ് DNA അറ്റ് ദി എൻഡ്സ്. എൻഡിലായിരിക്കും DNA ഫ്രാഗ്മെന്റ്സിനെ അവർ കട്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ DNA ഫ്രാഗ്മെന്റ്സ് എങ്കിൽ,
ഇവർ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ എൻഡിലായിരിക്കും അവരങ്ങനെ കട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നെക്സ്റ്റ് ലാസ്റ്റ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. കുഞ്ഞു ചാപ്റ്റർ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രൈ ജീൻ ദാറ്റ് കൺട്രോൾ കോൺ ബോറർ ഇൻസെക്ട്സ്. കോൺ ബോറർ ഇൻസെക്ട്സിനെ നശിപ്പിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്രൈ ജീനാ? നമുക്ക് ക്രൈ 1AB ഉണ്ട്, ക്രൈ 2AB ഉണ്ട്, ക്രൈ 1AC ഉണ്ട്. അതിലേതാ? കോൺ ബോററിനെതിരെയുള്ളത് ക്രൈ 1AB എന്ന് പറയുന്ന ആളാണ്. കോട്ടൺ ബോൾ വോംസിനെതിരെയാണ് ക്രൈ 2ABയും ക്രൈ 1ACയും. ഓക്കെ, 1 മാർക്ക് അത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദി മെക്കാനിസം ഓഫ് ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇൻ BT കോട്ടൺ. BT കോട്ടണിലുള്ള ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് മെക്കാനിസം എങ്ങനെയാണ്? സോ BT കോട്ടണിനകത്ത് എന്ത് ജീനുണ്ട്? ഈ ക്രൈ ജീനുണ്ട്. ഈ ക്രൈ ജീൻ എന്ത് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും? ഈ ടോക്സിക് BT ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ BT കോട്ടണിനകത്ത് BT cotton will produce BT toxin. BT toxin ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഈ BT cotton പ്രൊഡ്യൂസ് ചെയ്യും. When insects eat BT cotton, ഈ ഇൻസെക്റ്റ് എന്ത് കഴിക്കും? BT cotton വന്ന് കഴിക്കും. BT cotton വന്ന് കഴിക്കുമ്പോൾ in the alkaline pH of the gut of insects. ഇൻസെക്ട്സിൻ്റെ ഗട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ pH എങ്ങനെ? ആൽക്കലൈൻ pH. ആ ആൽക്കലൈൻ pHൽ വെച്ച് ദ ഇനാക്റ്റീവ് ടോക്സിൻ, ദി എന്താ മാഞ്ഞു പോകത്തെ ദി inactive toxin will get converted into active toxin. So പ്ലാന്റിന്റെ ബോഡിയിൽ ഈ ടോക്സിൻ എങ്ങനെ ഇരിക്കുന്നത്? ഇനാക്റ്റീവ് ടോക്സിൻ ആയിട്ടായിരിക്കുക. പക്ഷേ ഇൻസെക്റ്റ് ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇൻസെക്റ്റിന്റെ ഗട്ടിൽ എങ്ങനെയാ? ആൽക്കലൈൻ pH. ഈ ആൽക്കലൈൻ pHൽ വെച്ച് ഈ ഇനാക്റ്റീവ് ടോക്സിൻ എന്തായിട്ട് മാറും? ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറും. ഈ ആക്റ്റീവ് ടോക്സിൻ ഇനി എന്ത് ചെയ്യും? ദിസ് ആക്റ്റീവ് ടോക്സിൻ will create pores in the gut of cells of gut cells of insects. ഇൻസെക്റ്റിൻ്റെ ഗട്ടിലെ സെൽസിലെല്ലാം ഹോൾസ് ഉണ്ടാവും. അങ്ങനെ ഫൈനലി ദ ഇൻസെക്റ്റ് ഡൈസ്. അങ്ങനെ ഇൻസെക്റ്റ് ചത്തുപോകും. അതിൻ്റെ ഹോൾസ് എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ആ സെല്ലുകളെല്ലാം സ്വെല്ല് ചെയ്ത് ബേസ്റ്റായി അതിൻ്റെ ഗട്ട് നശിച്ച് അത് ചീഞ്ഞളിഞ്ഞ് ആ ഇൻസെക്റ്റ് അങ്ങോട്ട് മരിച്ചു. ഇതാണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? BT ടോക്സിൻ നമ്മളെ ക്രൈ പ്രോട്ടീൻ. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ട് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ അവർ നമ്മൾ GMO എന്നാ പറയുക. ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് എക്സ്പാൻഡ് GMO എന്ന്. സോ GMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദി ഓർഗാനിസംസ് ഹു ഹാസ് ആൻ എക്സ്റ്റേണൽ ജീൻ, അല്ലെങ്കിൽ ദീസ് ആർ ദി ഓർഗാനിസംസ് ഹൂസ് DNA has been manipulated. DNA manipulated ആയിട്ടുള്ള ഓർഗാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. സോ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, these are the organisms whose DNA has been manipulated. ഇവരുടെ DNA മാനിപ്പുലേറ്റ് ചെയ്ത ഓർഗാനിസംസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ DNA ഉള്ള ഓർഗാനിസംസ്, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് വിളിക്കുക. ഒരു ക്വസ്റ്റനോട് അവർ ചോദിക്കുന്നുണ്ട്, മെൻഷൻ എനി വൺ മെറിറ്റ് ഓഫ് GM പ്ലാന്റ്സ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ത് വേണമല്ലോ? പ്ലാന്റ് ആവാം, ആനിമൽസ് ആവാം, ഇൻസെക്ട്സ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം. അതിൽ
ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റിൻ്റെ ഒരു യൂസാണ് പറയുന്നത്. സോ GM പ്ലാന്റ്സിൻ്റെ യൂസസ് പറയാൻ പറഞ്ഞാൽ ഒരുപാട് യൂസസ് ഉണ്ടടാ. ഒന്ന്, അവർക്ക് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് ഡിക്രീസ്ഡ് ആയിരിക്കും. ഒന്ന്, ഡിക്രീസ്ഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. അതായത് കൊയ്തെടുത്തതിന് ശേഷമുള്ള നഷ്ടം കുറവായിരിക്കും. രണ്ട്, ദേ ആക്ട് ആസ് ബയോപെസ്റ്റിസൈഡ്, അവർ ബയോപെസ്റ്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും. മൂന്നാമത്തത് ഇൻക്രീസ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. ഇങ്ങനെ രണ്ടുമൂന്നെണ്ണം പറഞ്ഞേ ഉള്ളൂ, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി നിങ്ങളിവിടെ കേട്ടോ. ബയോപെസ്റ്റിസൈഡ് എന്നോ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. പിന്നെ അവരുടെ ടോളറൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും ടു ഡ്രൗട്ട്സ്, ഫ്ലഡ് ഡ്രൗട്ട്സിലൊക്കെ അവരുടെ ടോളറൻസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും സാധാ പ്ലാന്റ്സിനെ വെച്ച് നോക്കിയാൽ. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, ടോളറൻസ് ടു ഹീറ്റ്. എടാ വെരി ഗുഡ്, കാർത്തിക് പൊളിയാണല്ലോ. നെക്സ്റ്റ്, ഹൗ എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. എങ്ങനെയാണ് എലി ലില്ലി കമ്പനി ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സാധനമാണ്. എങ്ങനെ എലി ലില്ലി കമ്പനി took genes for A peptide and B peptide. അവര് A പെപ്റ്റൈഡിനും B പെപ്റ്റൈഡിനും ഉള്ള ജീൻസ് സെപ്പറേറ്റ്ലി എടുത്തു. എന്നിട്ട് then inserted these genes separately into 2 different E. coli. എന്നിട്ട് ഈ 2 ജീനിനെയും സെപ്പറേറ്റ് ആയിട്ട് 2 E. coliയിലേക്ക് ഇട്ട് കൊടുത്തു. then cultured these E. coli സെപ്പറേറ്റ്ലി. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ 2 E. coliനെയും കൾച്ചർ ചെയ്തു. എക്സ്ട്രാക്റ്റഡ് A peptide and B peptide. എന്നിട്ട് കൾച്ചർ ചെയ്തിട്ട് A പെപ്റ്റൈഡിനെയും B പെപ്റ്റൈഡിനെയും സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ആൻഡ് ജോയിൻഡ് യൂസിങ് ഡൈസൾഫൈഡ് ബോണ്ട്. എന്നിട്ട് ഫൈനലി ഡൈസൾഫൈഡ് ബോണ്ട് ഉപയോഗിച്ച് അവരെ ജോയിൻ ചെയ്തു. ഇതാ അവർ ചെയ്തത്. എങ്ങനെയാടാ? സോ എ പെപ്റ്റൈഡിനുള്ള ജീൻ എടുത്തു, ബി പെപ്റ്റൈഡിനുള്ള ജീൻ എടുത്തു. ആ 2 ജീനെയും സെപ്പറേറ്റ് ആയിട്ട് 2 E. coliയിലേക്ക് ഇട്ട് കൊടുത്തു. ഈ 2 E. coliയെയും സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്തു. സോ ഒരെണ്ണത്തിൽ നിന്നും എ പെപ്റ്റൈഡ് കിട്ടി, അടുത്തിൽ നിന്നും ബി പെപ്റ്റൈഡ് കിട്ടി. ഇനി എ പെപ്റ്റൈഡിനെയും ബി പെപ്റ്റൈഡിനെയും കൂടെ ഒരുമിച്ച് ഡൈസൾഫൈഡ് ബോണ്ട് വഴി ജോയിൻ ചെയ്തു. സിമ്പിൾ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ദാറ്റ് പ്രൊഡ്യൂസ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് എന്ന കൗവിന്റെ പേരെന്താ? ഇറ്റ് ഇസ് നമ്മളുടെ റോസി പശുവാണ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് തന്ന ആൾ. ക്ലിയർ? നെക്സ്റ്റ്, എക്സ്പാൻഡ് എലൈസ എക്സ്പാൻഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എലൈസയുടെ ഫുൾ ഫോം എന്താ? ELISA. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണോ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർബൻറ്റ്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ assay. സോ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് assay, അതിനെയാണ് നമ്മൾ എലൈസ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് പ്രോസസ്? എലൈസയുടെ പ്രിൻസിപ്പിൾ എന്താ? എലൈസയുടെ പ്രിൻസിപ്പിൾ ആണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. അതായത് ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ആ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ആണ് എലൈസയുടെ പ്രിൻസിപ്പിൾ. സോ പ്രിൻസിപ്പിൾ ഇസ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 uses ഓഫ് ട്രാൻസ്ജെനിക് ആനിമൽസ്. നമ്മളൊരു 5 യൂസോളം ഇങ്ങനെ ഒരു 5 ഹെഡിങ് തന്നെ പറയുന്നുണ്ട് ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ യൂസസ് ആയിട്ട്. ഏതെങ്കിലും 3 ഹെഡിങ് പറഞ്ഞാൽ മതി. 1,
ട്രാൻസ്ജനിക് ആനിമൽസിനെ വെച്ചിട്ട് നമുക്ക് നോർമൽ ഫിസിയോളജിയും ഡെവലപ്മെന്റും പഠിക്കാൻ പറ്റും. സോ ടു സ്റ്റഡി ദി നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്, നോർമൽ ഫിസിയോളജിയും ഡെവലപ്മെന്റും പഠിക്കാൻ പറ്റും. രണ്ടാമത്തത് ടു സ്റ്റഡി എ ഡിസീസ്, ഒരു അസുഖത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. മൂന്നാമത്തത് എന്തെങ്കിലും ബയോളജിക്കൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ, ഫോർ എക്സാമ്പിൾ ആൽഫ-1 ആന്റിട്രിപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ, റോസി പശുവിൽ നിന്നും പ്രോട്ടീൻ റിച്ച്ഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ നെക്സ്റ്റ് ടു പ്രൊഡ്യൂസ് ബയോളജിക്കൽ പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ചെയ്തൂടെ? ചെയ്യാം. പിന്നീട് ടു എന്താ വാക്സിൻ സേഫ്റ്റിക്ക് എന്താണ് പറയുക? ടു ചെക്ക് ഫോർ വാക്ക് കിട്ടില്ല. ടു ചെക്ക് ഫോർ വാക്സിൻ സേഫ്റ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ഇനി ടോക്സിസിറ്റി ടെസ്റ്റിംഗ്, വാക്സിൻ ടെസ്റ്റിംഗ് മാത്രമല്ല, ടോക്സിസിറ്റി അല്ലെങ്കിൽ കെമിക്കൽ ടെസ്റ്റിങ്ങിനും എന്ത് യൂസ് ചെയ്യാം? ട്രാൻസ്ജനിക് ആനിമൽസിനെ. ഏതെങ്കിലും 3 യൂസസ് ആ പറഞ്ഞിരിക്കുന്നത്, ഞാൻ 5 എഴുതിയെങ്കിൽ ഏതെങ്കിലും 3 എടുത്ത് എഴുതാം. ഓക്കെ, ഡൺ. വാട്ട് ഡസ് BT സ്റ്റാൻഡ് ഫോർ ഇൻ BT കോട്ടൺ? BT കോട്ടണിലെ BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജി കോട്ടൺ എന്നാണോ? BT ബയോടെക്നോളജി ആണോ? അല്ല. BT എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ബാക്ടീരിയത്തിന്റെ പേരാണ്. എന്താ ബാക്ടീരിയത്തിന്റെ പേര്? ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന നമ്മളുടെ ബാക്ടീരിയയുടെ പേരാണ് BT. So BT stands for Bacillus thuringiensis. What is the structural difference between pro-insulin and a mature functional insulin? ഫങ്ഷണൽ നമ്മളെ മെച്ചുവർ ഇൻസുലിനും പ്രോ ഇൻസുലിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്ട്രക്ചറിലുള്ള ഡിഫറൻസ്. സോ ഇവിടെ ഞാൻ എഴുതുകയാണ്. ഇവിടെ നമ്മളെ പ്രോ ഇൻസുലിനെ കുറിച്ച് എഴുതാം. ഇവിടെ നമ്മളുടെ മെച്ചുവർ ഇൻസുലിനെ കുറിച്ച് എഴുതാം. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഹൗ മെനി പെപ്റ്റൈഡ്സ്? 3 പെപ്റ്റൈഡ്സ്. ഇവിടെ എത്ര പെപ്റ്റൈഡ് ഉണ്ട്? 3 പെപ്റ്റൈഡ് ഉണ്ട്. A പെപ്റ്റൈഡ് ഉണ്ട്, B പെപ്റ്റൈഡ് ഉണ്ട്, C പെപ്റ്റൈഡ് ഉണ്ട്. 3 പെപ്റ്റൈഡ് ഉള്ളതാണ് നമ്മളുടെ പ്രോ ഇൻസുലിൻ. ഇനി മെച്ചുവർ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ അവിടെ 2 പെപ്റ്റൈഡ്സേ ഉള്ളൂ. ഏതൊക്കെയാ? A പെപ്റ്റൈഡ് ആൻഡ് കാണാൻ പറ്റില്ല അല്ലേ? A പെപ്റ്റൈഡ് ആൻഡ് B പെപ്റ്റൈഡ്. അവിടെ A പെപ്റ്റൈഡും B പെപ്റ്റൈഡും മാത്രമേ ഉള്ളൂ. ആൻഡ് ദേ ആർ കണക്റ്റഡ് ത്രൂ ഡൈസൾഫൈഡ് ബോണ്ട്. അവർ ഡൈസൾഫൈഡ് ബോണ്ട് വഴി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മെച്ചുവർ ഇൻസുലിനും നമ്മളുടെ ഇമ്മച്ചുവർ ഇൻസുലിൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോ ഇൻസുലിനും തമ്മിലുള്ള സ്ട്രക്ചറിലുള്ള ഡിഫറൻസാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരണം. ഇത് A ആണെങ്കിൽ ഇത് സിയും ഇത് ബിയും. സോ എയും ബിയും സിയും കൂടെ ചേരുന്നതാണ് നമ്മളുടെ എന്ത് ഇൻസുലിനാ? പ്രോ ഇൻസുലിൻ. ഇനി മെച്ചുവർ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് B പെപ്റ്റൈഡും A പെപ്റ്റൈഡും മാത്രമേ ഉള്ളൂ. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡൈസൾഫൈഡ് 2S വരെ SS എന്ന് പറയുന്ന ഡൈസൾഫൈഡ് ബോണ്ടും കൂടി കാണും. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. 3 ചാപ്റ്റർ. ഈ 3 ചാപ്റ്ററിൽ നിന്നും ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ എൻ്റെ മക്കൾ ചോദിക്കാനുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? കംപ്ലീറ്റ് ഈ 3 ചാപ്റ്ററിനെയും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ 1 മാർക്കിന് 1 വേർഡ് ചോദിച്ചാൽ അത്ര എഴുതിയാൽ മതി. അത് എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 3 മാർക്കിന് ചോദിച്ചാലും ഇത്രയൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ എഴുതാനുള്ളതേ ഉള്ളൂ. മാക്സിമം പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഒരു വലിയ പാരഗ്രാഫ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചർ അയച്ചു നോക്കാൻ ചിലപ്പോൾ മടി ഉണ്ടാവും. പക്ഷേ പോയിന്റ് ആയിട്ട് എഴുതുന്ന ഒരാൾ
ഒക്കെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ അയാൾ പോയിന്റ് ആയിട്ട് എഴുതും. സോ വ്യക്തമായിട്ട് ആ കുട്ടിക്ക് അറിയാമെന്നാ ടീച്ചറിന് മനസ്സിലാവും. ടീച്ചർമാരെ പറ്റിച്ച് മാർക്ക് ഉണ്ടാക്കാം. ഓക്കെ ആണോടാ? സോ നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ നിന്നും നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പിൽ കയറി ഫോമാറ്റും നമ്മളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ഇതല്ലേ നമുക്ക് ഫൈനലി പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൺ. സോ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് അടുത്ത റിവിഷനുമായിട്ട് നമ്മൾ പിന്നെയും കാണും. അതുവരെ അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. ബൈ, സീ യു.